ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് ഞാനില്ലേ നെയ്പ്പത്തിൽ നിന്നാണ് കേട്ടോ തുടങ്ങണത്. അടിപൊളി നെയ്പ്പത്തിൽ മക്കൾ. സാധാ നെയ്പ്പത്തിൽ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടും മരച്ചിട്ടൊന്നുമില്ല, പുട്ടുപടിയും കൊണ്ടില്ലൊരു നെയ്പ്പത്തലാട്ടോ. ഇതൊക്കെ ഞങ്ങൾക്കറിയില്ലായിരുന്നു. അരിപ്പൊടിയും കൊണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മൾ നെയ്പത്തിരിക്ക് പൊടിപ്പിച്ച് വെക്കൂലേ, അതുകൊണ്ട് ഇതിപ്പോൾ 2 പാക്കറ്റ് അല്ല കേട്ടോ. ഒരു പാക്കറ്റ് പൊട്ടിച്ചത് ഓർമ്മല്ലാതെ ഇനിയൊരു പാക്കറ്റും കൂടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ 2 പാക്കറ്റും കൂടി പകുതി ആകുമ്പോൾ ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ അടുത്തത്. അങ്ങനെ എന്താക്കിയാൽ നമ്മൾ പുട്ടിന് കാട്ടുന്നത് പോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് എന്താക്കി 2 മിനിറ്റ്. ഇനി പാകം നമുക്കറിയാലോ, ഒരു പൊടി കാണുമ്പോൾ എത്രയാണ് നമുക്ക് ഉപ്പ് വേണ്ടതെന്നുള്ളത് നമ്മളെ ആ കണക്ക് വെച്ചിട്ട് എന്താക്കി കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ട് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. ഒന്ന് പൊതിർന്ന് നമുക്കൊന്ന് കുഴക്കാൻ കിട്ടണമല്ലോ. അങ്ങനെ കുറച്ച് നല്ലൊന്ന് വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. പൊതിർന്ന് എത്ര നിങ്ങൾക്ക് അറിയുമല്ലോ, പുട്ടുംപൊടിൻ്റെ പൊതിർച്ചയും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ എന്താക്കി പറഞ്ഞാൽ നല്ല പൊതിർത്തിയിട്ട് 2 മിനിറ്റ് അവിടെ അടച്ചവിടെ വെക്കുക. അവിടെ വെക്കട്ടെ. എന്നിട്ട് ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ, ചെറിയ ഉള്ളി, ഏതുള്ളിയായാലും സവാള ആയാലും മതി, വലിയ ജീരകം, തേങ്ങ, ഉള്ളി, നമ്മൾ സാധാരണ നെയ്പ്പത്തലിന് അരക്കൂലേ അതുപോലെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അരിയരുത്, അതിപ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ. ഒന്ന് അരിയരുത്. എന്നിട്ട് ഈ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങ് കിളമ്പി കുഴച്ചാൽ കൊടുക്കുക. അപ്പോഴത്തേക്കിന് ഈ പുട്ടകൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് പിന്നെ എന്താക്കുകയെന്നുണ്ടെങ്കിൽ ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് നോക്കുക, വെള്ളം ഏറിയിക്കണോന്നുള്ളത്. ഇല്ലെങ്കിൽ എന്താക്കുക, നമുക്ക് കണക്ക് വെള്ളമാണെങ്കിൽ ആ മിക്സിൻ്റെ ജാറക്കൂടി തന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് നല്ലോണം കുഴക്കുക കേട്ടോ. നല്ലോണം ഈ ഉള്ളിയും ജീരകവും തേങ്ങയും ഒക്കെ അരിപ്പൊടിയൊക്കെ ഇടി. അല്ലാണ്ട് നമ്മൾ സ്റ്റൈലിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ടും അത് വെച്ചിട്ട് ഇത് വെച്ചിട്ടൊന്നും നമ്മളെ കൈ കൂടാതെ ഒന്നും നടക്കൂലല്ലോ. അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പാകമെല്ലാം കുഴച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പാകം മനസ്സിലാവും. ഇങ്ങനെ ഉരുള ഒടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ അതിൻ്റെ ഒരു പാകം. അപ്പോൾ നോക്കുമ്പോൾ നല്ല സെറ്റായി. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ച് ഫ്ലോപ്പായി പോകുമെന്നൊക്കെ. അല്ല, ഫ്ലോപ്പായാലും ഞാൻ കാണിക്കും, ഇതെങ്ങനെ ആയി എന്നുള്ളത് കാണിക്കും ഞാൻ. പക്ഷെ നോക്കുമ്പോൾ ഇല്ല, മാഷാ അല്ലാഹ്, ഫ്ലോപ്പായിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിനീനു. പക്ഷെ നമ്മൾ അരിപ്പൊടിയിൽ ചുടുമ്പോൾ നൈസ് പൊടിയായതുകൊണ്ട് എന്താവില്ല, അത് നമ്മൾ ചുട്ട് കഴിഞ്ഞാലും പൊള്ളക്കും ഇതാക്കുകയൊക്കെ ചെയ്യും, നല്ലോണം പൊന്തി വരികയൊക്കെ ചെയ്യും. എന്നാലും അത് നമ്മൾ നല്ല നൈസ് പൊടി. പത്തലിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഒരു തരിതരിയേനില്ലതല്ലേ. അങ്ങനെ പിന്നെ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് ചുട്ട് ഫസ്റ്റൊക്കെ ഒരു പൊള്ളക്കാതെ, അത് എന്ത് കടി ചുടുമ്പോഴും നമ്മൾ ഫസ്റ്റ് എണ്ണയൊക്കെ ഇടുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു എണ്ണൻ്റെ ആ ചൂടും പാകവും അതൊക്കെ ആയിട്ട്. അങ്ങനെ ഈ പത്തലിനൊക്കെ പരത്തുമ്പോൾ എല്ലാവർക്കും അറിയാം, വിരൽ വെച്ച് ഒരിക്കലും പരത്തരുത്, നമ്മൾ ഉള്ളം കൈ വെച്ചിട്ട് തന്നെ പരത്തണം. അപ്പോൾ അതിൻ്റെതായ ഒരു ഷേപ്പും ഒരു ഇതൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് പിന്നെ തന്നെ നല്ല പൊള്ളച്ച് നല്ല രസമുണ്ട് മക്കളെ, ഒരു കുഴപ്പം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പച്ചക്കറിയൊക്കെ ആയിരുന്നു, ഇറച്ചിക്കറിയും ചിക്കൻ കറിയും ബീഫ് കറീൻ്റെ കൂടെ ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ എന്നും പറയുന്നത് പോലെ തന്നെ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. അങ്ങനെ ഓരോരോ ദിവസം എന്താണോ ആണത് അതങ്ങനെ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു തരും കേട്ടോ. എനിക്കറിയുന്ന കാര്യം, ചെറിയ കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല നല്ല സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ നമ്മളെ കയ്യിലുള്ളത് എന്താണോ നമ്മളൊക്കെ ഇപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് ഒപ്പിച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. അപ്പം നമ്മളടുത്ത് ഇല്ല സാധനം വെച്ചിട്ട് ചെറിയ സാധനം വെച്ചിട്ട് പിന്നെ ആകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ നിങ്ങളെ ഫ്രണ്ട്സേക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ട് കമൻറ്റും ലൈക്കും എല്ലാം അറിയിച്ചോളൂ കേട്ടോ. കമൻറ്റിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞ്, നല്ലതായാലും വടക്കായാലും ഇതിലെന്തെങ്കിലും ഒരു മോശത്തരം പറ്റുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പറഞ്ഞോളിട്ടോ. അങ്ങനെ ഇത്രയായിട്ടുള്ള വീഡിയോ കേട്ടോ. അസ്സലാമു അലൈക്കും.